ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ഹോളോഗ്രാം ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. യൂട്യൂബിൽ ഹോളോഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വീഡിയോകൾ ഈ ക്രാഫ്റ്റിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് ഫോണൊന്ന് ഓണാക്കി കൊടുത്തിട്ട് ലൈറ്റ് ഒന്ന് ഓഫാക്കിയാൽ മതി. സംഭവം നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഹാർഡ് ബോർഡിൻ്റെ പീസുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേസ്റ്റ് ആയിട്ടുള്ള സംഭവം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ അളവുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 16x14 സെൻറ്റിമീറ്ററിൽ 3 പീസുകൾ കട്ട് ചെയ്തെടുക്കുക. 14x14 സെൻറ്റിമീറ്ററിൽ 2 പീസുകൾ അതും കട്ട് ചെയ്തെടുക്കുക. 14x8 സെൻറ്റിമീറ്ററിൽ 1 പീസ് കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസുകളും നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ് യോജിപ്പിക്കുന്നത്. 14x14 എടുത്ത പീസ് ഡബിളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ത്രികോണ ഷേപ്പിൽ. അത് നമ്മൾ അതിൽ വെച്ച് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. പതിനാറ് ഇൻറ്റു 14 ഉള്ള പീസുകൾ 3 ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മാസ്കിൻ ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇത് ഗ്ലൂ ഗണ്ണുള്ളവർക്ക് അങ്ങനെ ഒട്ടിക്കാം, പശ വെച്ച് ഒട്ടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഒട്ടിക്കാം. നമ്മുടെ കയ്യിൽ മാസ്കിൻ ടേപ്പ് ഉണ്ടായപ്പോൾ അത് വെച്ച് ചെയ്തെടുക്കുകയാണ്. 2 സൈഡിലും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിൽ പെയിൻറ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇത് ഫിനിഷ് ആക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ ചെറിയ പീസ് കട്ട് ചെയ്ത പീസ് ആ 3 പീസിൻ്റെ 2 വശങ്ങളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ആദ്യം ഒരു സൈഡിൽ വെച്ച് ഒട്ടിക്കുക. അത് നമ്മൾ ഫ്ലക്സിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പശ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത പീസ് രണ്ടാമത്തെ ഭാഗത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മേളിൽ ആ ചെറിയ പീസ് കട്ട് ചെയ്ത പീസ് എടുത്ത് അതിൻ്റെ മേളിൽ ഒട്ടിച്ചിട്ട് സൈഡും നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയുള്ളൊരു സിമ്പിൾ വർക്കാണ്. അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എല്ലാ പീസുകളും തമ്മിൽ യോജിപ്പിക്കുന്നത് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ്. 14x8 സെൻറ്റിമീറ്ററുള്ള പീസാണ് നമ്മൾ മുകളിൽ വെക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ വീതി അതിന് മൈനസ് ചെയ്യുന്നതാണ്. നമ്മൾ എത്ര നമ്മുടെ ഫോണിൻ്റെ വീതി എന്ന് വെച്ചാൽ അത്ര വെച്ചിട്ടാണ് ഈ 8 സെൻറ്റിമീറ്റർ കണക്കാക്കുന്നത്. ഏകദേശം ഇതുപോലെ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 14x14 സെൻറ്റിമീറ്റർ പീസ് താഴെ ഇതുപോലെ വെച്ചിട്ട് അത് നമ്മൾ ഫ്ലക്സ് വീക്ക് വെച്ച് ഒട്ടിച്ചെടുത്തതിന് ശേഷം മാസ്കിൻ ടേപ്പ് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ച് നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ ഫോണിൻ്റെ മെഷർമെൻ്റൊക്കെ നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് മുഴുവനായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു ബോക്സ് രൂപത്തിൽ ഫോൺ അതിൽ വെച്ച് നോക്കുക, സംഭവം സെറ്റാണ്. എന്നിട്ട് നമ്മൾ 14x20 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഈ ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതാണ് നമ്മൾ ഈ ഉള്ളിൽ ആ ചെരിച്ചൊട്ടിച്ച ഭാഗത്ത് അതങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഒട്ടിക്കൊന്നും വേണ്ട. അത് എത്ര വീതി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിൽ നമ്മളത് അങ്ങ് വെച്ച് കൊടുക്കുക. അതിൽ പെയിൻ്റൊക്കെ ചെയ്ത് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമ്മൾ നമ്മുടെ ഫോണിൽ യൂട്യൂബിൽ ഹോളോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന വീഡിയോസുകൾ, ഏത് വീഡിയോസുകളും എടുക്കാം. ആ വീഡിയോസുകൾ എടുത്തിട്ട് നമ്മുടെ ഫോൺ ഇങ്ങനെ കമഴ്ത്തി അതിൽ വെച്ചിട്ട് നമ്മുടെ റൂമിലെ ലൈറ്റ് അങ്ങ് ഓഫാക്കിയാൽ മതി. ബാക്കിയൊക്കെ കാണുന്നത് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ലൊരു 3D എഫക്റ്റാണ് സംഭവത്തിന്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ എല്ലാവരോടും ബൈ പറയുന്നു. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.